കോടതിയിൽ അവർ പറഞ്ഞതിന് സത്യവാങ്മൂലം കൊടുത്തത് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുമെന്നാണ്. ഒരുപാട് സ്പോൺസർഷിപ്പ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ. അതിൽ ഒരുപാട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. കാരണം ഈ 500-600 പേര് പങ്കെടുത്ത ഒരു പരിപാടിക്ക് ഈ 3 കോടി 8 കോടിയൊക്കെ എവിടെ നിന്നാണ് വന്നത് ചെലവാകുന്നത്? നമ്മളൊക്കെ എത്രയോ പരിപാടികൾ നടത്തുന്ന ആളുകളല്ലേ. ഇപ്പൊ ഞങ്ങൾ യാത്ര നടത്തല്ലേ, പരിപാടി നടത്തുമ്പോൾ ചെലവുണ്ടാവും. പക്ഷെ 500-600 പേര് മാക്സിമം ഉണ്ടായിരുന്നതാണ് ആ പരിപാടിക്ക്. 600 പേര് പങ്കെടുക്കാൻ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന് 5 കോടി 8 കോടി എന്നൊക്കെ പറയുന്നത് എവിടത്തെ കണക്കാണ്? മുഴുവൻ കളവാണ് ഇതിന്റെ പുറകിൽ നടക്കുന്നത്. അഴിമതിയാണ് ഇതിന്റെ അകത്ത് പുറത്ത് നടക്കുന്നത്. അയ്യപ്പന്റെ പേരിലും തട്ടിപ്പാണ് നടത്തിയത്. ശരിക്കും അത് അന്വേഷിക്കട്ടെ, കോടതി തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കട്ടെ. കോടതിയുടെ മുൻപാകെയാണ് തെറ്റായ വിവരം കൊടുത്തത്. കോടതി അന്വേഷിക്കട്ടെ. SIT അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. ഈ അന്വേഷണ പരിധിയിൽ വരുന്നതെന്നാണ്. അന്വേഷിക്കട്ടെ, അവരന്വേഷിക്കട്ടെ. അജയ് തലയിൽ പറഞ്ഞൊരു കാര്യം, ഇപ്പൊ താങ്കളുടെ യാത്ര എറണാകുളത്തേക്ക് എത്തുമ്പോൾ UDF നേതാക്കന്മാരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ തുടങ്ങിയപ്പോ നമ്മുടെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു, അപ്പോ തന്നെയും കൂടി ചോദ്യം ചെയ്യുന്ന പറഞ്ഞാൽ എറണാകുളത്ത് എത്തുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു അജണ്ട ആയിട്ടാണ് അവർ പോകുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം ഇന്നലെ ചോദിച്ചല്ലോ, കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തപ്പോൾ ആരും അറിഞ്ഞില്ല, നിങ്ങൾ ആരും അറിഞ്ഞില്ല. 4 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പോലും അറിയുന്നത്. അടൂർ പ്രകാശൻ ചോദ്യം ചെയ്തപ്പോൾ എല്ലാവരെയും വിളിച്ചു പറഞ്ഞല്ലോ, അവിടെ നിന്ന് SITയിൽ നിന്ന് തന്നെയാണ് ചോർത്തി കൊടുക്കുന്നത് വാർത്ത. അടൂർ പ്രകാശന്റെ മൊഴിയെടുത്ത സമയത്ത് അത് ചോർത്തി കൊടുത്തു. അപ്പൊ SITയിൽ ഇത് ചോർത്തി കൊടുക്കുന്ന CPM-ന് വേണ്ടി ചോർത്തി കൊടുക്കുന്ന ആളുകൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ നമുക്കതൊരു പ്രശ്നമില്ല. കാരണം അന്നത്തെ കാലത്ത് അവരിരുന്ന കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ അവരെല്ലാം ഇരുന്ന കാലത്ത് ഹൈക്കോടതി ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറെ നിയമിച്ചിട്ട് ആ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിലാണ് എല്ലാ കാര്യങ്ങളും നടന്നത്. എന്നിട്ട് അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. അവിടെ നടന്ന കാര്യങ്ങളെയും, അവിടുത്തെ ദേവസ്വം ബെഞ്ച് തന്നെയാണ്, അവിടെ നടന്ന കാര്യങ്ങളെയും അഡ്വക്കേറ്റ് കമ്മീഷണറെയും ഭംഗിയായിട്ട് അതെല്ലാം ചെയ്തതിന് ഹൈക്കോടതി അഭിനന്ദിക്കുകയും ചെയ്ത കേസാണ്. ഇനിയിപ്പോ വീണ്ടും കേസെടുത്ത് അന്വേഷിക്കട്ടെ, നമുക്കാർക്ക് യാതൊരു പരാതിയില്ല. പക്ഷെ 2019 അയ്യപ്പന്റെ സ്വർണവും ദ്വാരപാലക ശില്പവും കൊണ്ട് കോടീശ്വരന് വിറ്റ കേസിലെ പ്രതികൾ 3 പേര് ജയിലിൽ കിടക്കാണ്, CPM-ന്റെ നേതാക്കൾ. അത് മറക്കണ്ട. 2024 വീണ്ടും കക്കാൻ ശ്രമിച്ചു എന്ന് കോടതി തന്നെ പറഞ്ഞത്. ഫേക്ക് അർജൻസി ഉണ്ടാക്കി, വ്യാജമായ ഒരു അർജൻസി ഉണ്ടാക്കി വീണ്ടും ഇതേ സാധനം കട്ടെടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് കോടതിയാണ് പറഞ്ഞത്. ഈ 2019-ലും 2024-ലും പിണറായി ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. അവര് ചെയ്ത പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള ആളുകളാണ്. വാസവൻ ഇപ്പൊ മന്ത്രിയും അന്ന് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി. അവര് രണ്ടുപേരും അറിഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അതാണ്, അത് മാറ്റാൻ പറ്റില്ല. അത് മായ്ക്കാനുള്ള ശ്രമവും അത് മറയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ വ്യാപകമായി നടക്കുന്നത്. അവർക്കെതിരെ ഒരു നടപടി പോലും എടുത്തിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു നടപടി പോലും, അച്ചടക്ക നടപടി പോലും ഈ അയ്യപ്പന്റെ സ്വർണം കവർന്നവർക്കെതിരെ എടുക്കാത്ത പാർട്ടിയാണ് CPM. എന്നിട്ട് പറയുകയാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുക.